മലയാള സിനിമയിലെ ഹിറ്റ് സംവിധായകന്മാരാണ് സിദ്ദിഖും ലാലും. അവർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ച താരങ്ങൾ ആരൊക്കെയെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക. റാംജി റാവ് സ്പീക്കിംഗ്. 1989 സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായിരുന്നു റാംജി റാവ് സ്പീക്കിംഗ്. ഈ ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത താരമായിരുന്നു ഇന്നസെൻ്റ്. ചിത്രത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടന്ന ശേഷം ഇന്നസെൻ്റ് പെട്ടെന്ന് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതിൻ്റെ കാരണം ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന മഹർഷി മാത്യൂസ് എന്ന ചിത്രവുമായി ഡേറ്റ് ക്ലാഷ് ഉണ്ടായതാണ്. തുടർന്ന് സംവിധായകർ ഇന്നസെൻറ്റിന് പകരം ഈ കഥാപാത്രം ചെയ്യാൻ മാള അരവിന്ദനെ നിശ്ചയിക്കുന്നു. എന്നാൽ ഈ കാര്യം അറിഞ്ഞ മുകേഷ് ഇന്നസെൻറ്റിനെ നേരിൽ കണ്ട് മാന്നാർ മത്തായി എന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ ഈ ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ആയിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ നായകനാവാൻ ഇവർ ആദ്യം അന്വേഷിച്ചിരുന്നത് ഒരു പുതുമുഖത്തെയായിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ പുതുമുഖത്തെ കിട്ടാതായതോടെ ഇവർ ജയറാമിനെ വെച്ച് പടം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ജയറാമിൻ്റെ അപരൻ എന്ന ചിത്രം റിലീസായ ടൈമായിരുന്നു അത്. ഏകദേശം 1 വർഷത്തോളം സിദ്ദിഖും ലാലും ജയറാമിൻ്റെ ഡേറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ജയറാമിന് ഡേറ്റ് ഇല്ലാത്തതിനാൽ സംവിധായകർ വീണ്ടും ഒരു പുതുമുഖത്തെ തന്നെ വെച്ച് ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ആ അന്വേഷണങ്ങൾക്ക് ഒടുവിൽ സംവിധായകർ ചെന്നെത്തിയത് ഒരു നാടക കലാകാരനിലേക്കാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനായ അദ്ദേഹത്തിൻ്റെ പേര് സായ് കുമാർ എന്നായിരുന്നു. അങ്ങനെയാണ് സായ് കുമാർ ഈ ചിത്രത്തിലെ നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സംവിധായകർ ഈ ചിത്രത്തിലെ നായികയാവാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് നടി ശോഭനയായിരുന്നു. എന്നാൽ ശോഭനയ്ക്ക് ആ സമയത്ത് മറ്റ് പല ചിത്രങ്ങളുടെയും തിരക്ക് കാരണം ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ വരികയായിരുന്നു. 1990 സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഇൻ ഹരിഹർ നഗർ. എന്നെന്നും ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റിയ കോമഡി രംഗങ്ങളും വ്യത്യസ്തനായ ഒരു വില്ലനെയും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു ചിത്രമായിരുന്നു 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ. മലയാള സിനിമ കണ്ട എക്കാലത്തെ മികച്ച വില്ലന്മാരിൽ ഒരാളാണ് ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ ഋഷഭാബ ചെയ്ത ജോൺ ഹോനായി എന്ന കഥാപാത്രം. ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി ആദ്യം സംവിധായകർ തീരുമാനിച്ചു വെച്ചിരുന്നത് രഘുവരനെയായിരുന്നു. ചിത്രത്തിൻ്റെ സംവിധായകർ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യുകയുമായിരുന്നു. എന്നാൽ ഈ സമയത്താണ് വ്യൂഹം എന്ന ചിത്രത്തിൽ രഘുവരന് നായകനാകാൻ അവസരം ലഭിക്കുന്നതും ആ ചിത്രത്തിൻ്റെ ഡേറ്റും ഈ ചിത്രത്തിൻ്റെ ഡേറ്റുമായി ക്ലാഷ് വരുന്നതും. തുടർന്ന് രഘുവരൻ ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്നതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. അതിനുശേഷം ഒരു പുതുമുഖത്തെ തപ്പി നടന്ന സംവിധായകർക്ക് അൻസാർ കലാഭവനാണ് ഋഷഭാബയെ പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച ശേഷം ഋഷഭാബ കാത്തിരുന്ന് കിട്ടിയ ഒരു വേഷമായിരുന്നു ജോൺ ഹോനായി എന്ന വില്ലൻ വേഷം. വില്ലൻ വേഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഋഷഭാബ വേണ്ടെന്ന് വെക്കുകയും പിന്നീട് ഈ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഋഷഭാബ യെസ് പറയുകയും ആയിരുന്നു. സംവിധായകർ ഈ ചിത്രത്തിലെ നായകന്മാരായി ആദ്യം നിശ്ചയിച്ചു വെച്ചിരുന്നത് മുകേഷ്, ജഗദീഷ്, അശോകൻ, അപ്പ ഹാജ എന്നിവരെ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വന്ന് പറയുകയായിരുന്നു ജഗദീഷ് ഈ ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറിയിരിക്കുകയാണ് എന്നത്. തുടർന്ന് കുഴങ്ങിപ്പോയ സംവിധായകർ ജഗദീഷിന് പകരം കണ്ടെത്തിയ താരമായിരുന്നു നടൻ സിദ്ദിഖ്. നടൻ സിദ്ദിഖിന് അഡ്വാൻസ് ഒക്കെ കൊടുത്ത ശേഷം ഒരു ദിവസം സംവിധായകർ യാദൃശികമായി ജഗദീഷിനെ കണ്ടുമുട്ടുകയും ഈ ചിത്രത്തിൽ നിന്ന് എന്തിനാണ് പിന്മാറിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജഗദീഷ് ഈ ചിത്രത്തിൽ നിന്ന് താൻ പിന്മാറിയിട്ടില്ല എന്നും താൻ ഈ ചിത്രത്തിൽ തീർച്ചയായും ഉണ്ടാകുമെന്നും സംവിധായകർക്ക് വാക്കുകൊടുക്കുന്നു. ജഗദീഷ് ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് കൺഫേം ആയതോടുകൂടി അശോകൻ ചെയ്യാനിരുന്ന റോൾ സിദ്ദിഖിന് കൊടുക്കുകയും അപ്പ ഹാജ ചെയ്യാനിരുന്ന റോൾ അശോകന് കൊടുക്കുകയുമായിരുന്നു സംവിധായകർ. അപ്പ ഹാജയെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തത് കാരണം സംവിധായകർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പുതിയ റോൾ ക്രിയേറ്റ് ചെയ്ത് ഈ ചിത്രത്തിലേക്ക് ചേർക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ഗീതാ വിജയൻ്റെ ഗ്രാൻഡ് പാരൻസായി ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും ഫിലോമിനെയുമായിരുന്നു സംവിധായകർ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഡ്വാൻസ് വാങ്ങിയ മറ്റു ചിത്രങ്ങളുടെ ഡേറ്റുമായി ഈ ചിത്രത്തിൻ്റെ ഡേറ്റ് ക്ലാഷ് വന്നപ്പോൾ അദ്ദേഹം ഈ ചിത്രത്തിൽ നിന്ന് പിന്തിരിയുകയും പകരം പറവൂർ ഭരതൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന് പകരമായി അഭിനയിക്കുകയുമായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ഒരു ചിത്രമായിരുന്നു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായ ഗോഡ് ഫാദർ. ഈ ചിത്രത്തിൽ ഭീമൻ രഘു ചെയ്ത പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം സംവിധായകർ തീരുമാനിച്ചു വച്ചിരുന്നത് സാക്ഷാൽ നെടുമുടി വേണുവിനെ ആയിരുന്നു. എന്നാൽ അതേസമയം സിബി മലയിലിൻ്റെ സാന്ത്വനം എന്ന ചിത്രത്തിൽ നെടുമുടി വേണുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യേണ്ടതുകൊണ്ട് 2 ചിത്രങ്ങളും ഒരേ സമയം ചെയ്യാൻ പറ്റാതെ വരികയും അദ്ദേഹം ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും ആയിരുന്നു.
തുടർന്നാണ് സംവിധായകർ ഭീമൻ രഘുവിനെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഭീമൻ രഘുവിന് ഈ ചിത്രത്തിൽ സംവിധായകർ ആദ്യം നിശ്ചയിച്ചിരുന്ന വേഷം കടപ്പുറം കാർത്തിയായനിയായി അഭിനയിച്ച സീനത്തിൻ്റെ കൂടെ നിൽക്കുന്ന കോഴിക്കോട് വിനോദ് ചെയ്ത ആ ഗുണ്ടയുടെ റോളായിരുന്നു. ഈ ഒരു കാസ്റ്റിങ്ങിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നെടുമുടി വേണുവിനെയും ഭീമൻ രഘുവിനെയും കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖ് ലാൽ ആദ്യം ഈ റോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ശ്രീനിവാസനെ ആയിരുന്നു. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്ക് കാരണമായിരുന്നു ശ്രീനിവാസൻ മുന്നേ ഈ റോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ നായികയായി ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഊർവശിയെയായിരുന്നു. എന്നാൽ ഭരതം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ തിരക്ക് കാരണമായിരുന്നു ഊർവശി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരുന്നത്. അതിന് പകരമായിട്ടായിരുന്നു കനക ഈ ചിത്രത്തിലേക്ക് നായികയായിട്ട് വരുന്നത്. ഈ ചിത്രത്തിൻ്റെ ബാക്ക് ബോണായ കഥാപാത്രം ചെയ്ത താരമാണ് നാടകാചാര്യനും വിജയരാഘവൻ്റെ പിതാവുമായ NN പിള്ള സർ. അഞ്ഞൂറാൻ എന്ന കഥാപാത്രം 30 വർഷങ്ങൾക്ക് ഇപ്പുറവും സംസാരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കലാകാരൻ്റെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് ഈ ഒരു റോൾ ചെയ്യാൻ വേണ്ടി NF വർഗീസും താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഈ കഥാപാത്രം NF വർഗീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സിദ്ദിഖും ലാലും തീർത്തു പറയുകയായിരുന്നു. തുടർന്ന് അതിൻ്റെ പേരിൽ സിദ്ദിഖ് ലാലും NF വർഗീസും തമ്മിൽ ചെറിയൊരു പിണക്കവും ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KPSC ലളിത ചെയ്ത കൊച്ചമ്മണി ടീച്ചർ എന്ന വേഷവും മറ്റൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാനായിരുന്നു സംവിധായകർ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നസെൻറ്റിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് സംവിധായകർ KPSC ലളിതയെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. 1999 സിദ്ദിഖ് സംവിധായകനായും ലാൽ നിർമ്മാതാവുമായി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഫ്രണ്ട്സ്. ഈ ചിത്രത്തിലെ അരവിന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം സംവിധായകർ നിശ്ചയിച്ചിരുന്നത് സുരേഷ് ഗോപിയെ ആയിരുന്നു. എന്നാൽ സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിന് 2 കാരണങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയെ വെച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തിൻ്റെ ചിത്രീകരണ ഡേറ്റും ഫ്രണ്ട്സിൻ്റെ ചിത്രീകരണ ഡേറ്റും ഒരേ ടൈം ആയത് കാരണമാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള ആദ്യ കാരണമായി പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം, അന്ന് കമ്മീഷണറൊക്കെ ചെയ്ത് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഈ ചിത്രത്തിൽ സെക്കൻഡ് ഹീറോ വേഷമാണ് സംവിധായകർ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ഒരു കാരണവും സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറാനായുള്ള മറ്റൊരു കാരണമായി ഇന്നും പറയപ്പെടുന്നു. എന്തായാലും സുരേഷ് ഗോപി പിന്മാറിയത് ജയറാമിന് ലോട്ടറി തന്നെയായിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ജയറാം ചെയ്ത അരവിന്ദൻ എന്ന കഥാപാത്രം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നായികയായി സംവിധായകർ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് മഞ്ജു വാര്യരെ ആയിരുന്നു. എന്നാൽ മഞ്ജു വാര്യരുടെ പെട്ടെന്നുള്ള വിവാഹ നിശ്ചയവും കല്യാണവുമൊക്കെ മഞ്ജു വാര്യർ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറാനായുള്ള മറ്റൊരു കാരണമായി പറയപ്പെടുന്നു. മഞ്ജു വാര്യർക്ക് പകരമായിട്ടാണ് മീനയെ സംവിധായകർ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ജഗതി ശ്രീകുമാർ ചെയ്ത ലാസർ ഇളയപ്പൻ എന്ന കഥാപാത്രം ചെയ്യാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നസെൻറ്റിനെ ആയിരുന്നു. എന്നാൽ സത്യനന്ദിക്കാട്, പ്രിയദർശൻ, സിദ്ദിഖ് ഇവർ 3 പേരും ഒരേ സമയത്ത് ഇന്നസെൻറ്റിൻ്റെ അടുത്ത് ഡേറ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആരെയും പിണക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം ഇന്നസെൻറ്റ് ആ സമയത്ത് ഒരു ചിത്രത്തിലും അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ജഗതി ശ്രീകുമാർ ഈ റോളിലേക്ക് വരുന്നത്. ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം വിവേകിനെയായിരുന്നു. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്ക് കാരണം വിവേകിന് ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിവേകിന് പകരം ഈ റോൾ ചെയ്യാൻ വേണ്ടി സംവിധായകർ കണ്ടെത്തിയ താരമായിരുന്നു രമേശ് ഖന്ന. 2004 വിജയകാന്തിനെ നായകനാക്കി സിദ്ദിഖ് സംവിധാനം ചെയ്ത് തമിഴിൽ റിലീസിനെത്തിയ ചിത്രമായിരുന്നു എങ്കൽ അണ്ണ. 2003 മലയാളത്തിൽ പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ മുകേഷ് ചെയ്ത കഥാപാത്രം തമിഴിൽ അവതരിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് നടൻ കാർത്തിക്കിനെയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് കാർത്തിക്കിന് പകരം പ്രഭുദേവ ആ റോളിൽ എത്തിയതായിട്ടായിരുന്നു. ഈ മാറ്റത്തിനുള്ള കാരണം സംവിധായകൻ എവിടെയും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രം അവതരിപ്പിക്കാൻ സംവിധായകർ തീരുമാനിച്ചു വെച്ചിരുന്നത് വടിവേലുവിനെയായിരുന്നു. എന്നാൽ ചിത്രത്തിലെ ഇന്നസെൻ്റ് ചെയ്ത കഥാപാത്രം അവതരിപ്പിക്കാൻ താരങ്ങൾ ലഭ്യമാകാതെ വരികയും തുടർന്ന് ഇന്നസെൻറ്റിൻ്റെ റോൾ വടിവേലു ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഹരിശ്രീ അശോകൻ ചെയ്ത റോൾ ചെയ്യാൻ വേണ്ടി സംവിധായകൻ കണ്ടെത്തിയ താരമായിരുന്നു പാണ്ഡ്യരാജൻ. കാബൂളിവാല എന്ന ചിത്രം മലയാളത്തിൽ മികച്ച വിജയം നേടിയതിനു ശേഷം സിദ്ദിഖും ലാലും ചേർന്ന് ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ജഗതി ശ്രീകുമാർ ചെയ്ത വേഷം വടിവേലുവിനെ കൊണ്ടും ഇന്നസെൻ്റ് ചെയ്ത വേഷം പ്രഭുദേവയെ കൊണ്ടും ചെയ്യിക്കാനായിരുന്നു
സംവിധായകർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ അപ്കമിംഗ് ഹീറോ ആയ അജിത്തിനെയായിരുന്നു വിനീതിൻ്റെ റോൾ ചെയ്യാൻ വേണ്ടി സംവിധായകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഗുഡ് നൈറ്റ് മോഹനായിരുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ മൂവി ടീമിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് അജിത്തിൻ്റെ ഡേറ്റ് വാങ്ങുന്നതിൽ പ്രൊഡക്ഷൻ ടീം വരുത്തിയ വീഴ്ചയെക്കുറിച്ചായിരുന്നു. പ്രസന്ന എന്ന നടൻ്റെ കരിയറിൽ വളരെ ചുരുക്കം ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രമായിരുന്നു സാധുമിരണ്ടാൽ. സിദ്ദിഖ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കാവ്യമാധവനായിരുന്നു നായിക. ഭരത്, ആര്യ എന്നീ നായകന്മാരെയായിരുന്നു മൂവി ടീം ആദ്യം ഈ ചിത്രത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് ചിത്രങ്ങളുടെ തിരക്ക് കാരണം ഈ താരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പ്രസന്ന അഴകേ തീയെ എന്ന ചിത്രം കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിലായിരുന്നു മൂവി ടീം ഈ ഒരു ഓഫറുമായി അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഇതൊരു ചെറിയ ബഡ്ജറ്റ് ചിത്രം ആയതുകൊണ്ട് തന്നെ പ്രസന്നയെ ഈ ചിത്രത്തിലേക്ക് കൺഫേം ചെയ്യുകയായിരുന്നു. ഭാസ്കർ ദ റാസ്കൽ. സിദ്ദിഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഭാസ്കർ ദ റാസ്കൽ. സംവിധായകൻ ഈ ചിത്രം ആദ്യം ഒരു ഫാമിലി ഡ്രാമയായിട്ട് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ നയൻതാരയുടെ ആദ്യ ഭർത്താവിൻ്റെ റോൾ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയത് നടൻ ജയറാമിനെ ആയിരുന്നു. എന്നാൽ ജയറാം കഥ കേട്ട ശേഷം ഈ വേഷം നിഷേധിച്ചതോടെ JD ചക്രവർത്തിയെ ജയറാമിന് പകരം കൊണ്ടുവരികയായിരുന്നു. കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് അണ്ടർവേൾഡിൻ്റെ ബേസിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ രജനീകാന്തിനെയായിരുന്നു ആദ്യം നായകനായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. കഥ കേട്ടപ്പോൾ രജനീകാന്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിർമ്മാതാവുമായുള്ള ചെറിയ ഒരു ഉടക്കിൻ്റെ പേരിൽ രജനീകാന്ത് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും പകരം അരവിന്ദ് സ്വാമി നായകനായി എത്തുകയുമായിരുന്നു. 2017 ജയസൂര്യയെ നായകനാക്കി സിദ്ദിഖ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ഒരു ചിത്രമായിരുന്നു ഫുക്രി. ഈ ചിത്രത്തിൽ ജയസൂര്യയുടെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമായിരുന്നു നടൻ സിദ്ദിഖ്. ഈ റോൾ ചെയ്യാൻ വേണ്ടി സംവിധായകൻ ആദ്യം സമീപിച്ചിട്ടുണ്ടായിരുന്നത് തമിഴ് നടൻ ശശികുമാറിനെ ആയിരുന്നു. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്ക് കാരണം ശശികുമാർ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിനുശേഷമാണ് സിദ്ദിഖ് ഈ ചിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നത്.